എന്റെ പേര് സുജിത്ത്. ഞങ്ങള് അഴിമതിക്കാർക്കെതിരെ ഒരു സമരവുമായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ഈ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കോവിഡ് സമയത്ത് വിമാനങ്ങളെല്ലാം നിർത്തിയിരുന്നു. അപ്പോൾ വിദേശത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാർക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാനായിട്ട് വന്ദേ ഭാരത് മിഷൻ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ വിമാനങ്ങൾ ഏർപ്പെടുത്തി. അപ്പോൾ ആ വിമാനങ്ങൾ യാത്രക്കാരുടെ ലിസ്റ്റ് ഇടുന്നത് എംബസിയാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ കീഴിലുള്ള എംബസികൾ പക്ഷേ ഈ പദ്ധതിയുടെ ചട്ടങ്ങളൊന്നും പാലിച്ചില്ല. ആ ചട്ടങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഈ അത്യാവശ്യമായിട്ട് വരേണ്ടവർ, അതായത് രോഗങ്ങൾ മൂലം അത്യാവശ്യം ചികിത്സ വേണ്ടവർ, പിന്നെ ഗർഭിണികളായിട്ടുള്ള നേഴ്സുമാർ, അങ്ങനെയുള്ളവരെ കൊണ്ടുവരണം. അവർക്ക് മുൻഗണന, മറ്റുള്ളവർക്ക് അതിന് ശേഷം ടിക്കറ്റ്. അതായിരുന്നു നിയമം. അപ്പോൾ ഇവരിത് പാലിച്ചില്ല. ആ പാലിക്കാതെ വന്നപ്പോൾ നേഴ്സുമാർ ഡൽഹി ഹൈക്കോടതിയിൽ പോയി. ഡൽഹി ഹൈക്കോടതിയിലും ഈ നിയമം പാലിക്കണമെന്നും നേഴ്സുമാർക്കും രോഗികൾക്കും മുൻഗണന കൊടുക്കണമെന്നും വീണ്ടും ഉത്തരവുണ്ടായി. ആ ഉത്തരവും പാലിച്ചില്ല. അത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എംബസികളിൽ വിവരാവകാശ അപേക്ഷ കൊടുത്തു. നിങ്ങൾ എത്ര പേരെ നാട്ടിൽ കൊണ്ടുപോയി, അപ്പോൾ അതിൽ എത്ര പേര് രോഗികളുണ്ടായിരുന്നു, എത്ര പേര് ഗർഭിണികളുണ്ടായിരുന്നു. അതിലൊരു മറുപടി കുവൈറ്റ് എംബസിയുടെ വന്നത്, 10,000 പേരോളം കൊണ്ടുപോയപ്പോൾ അതിനകത്ത് വേറെ 250 പേരേ ഉള്ളൂ മുൻഗണനയുള്ളവർ. ബാക്കിയുള്ളവരെല്ലാം പിൻവാതിൽ വഴി കയറിയവരാണ്. അങ്ങനെ കയറാൻ പാടില്ല. കയറിപ്പോയില്ലോ, കയറിപ്പോയി എന്നാണ് എംബസി മറുപടി വന്നിരിക്കുന്നത്. അതിന്റെ പ്രൂഫ് ഉണ്ടോ? ചേർക്കല്ല, അവര് എംബസിയുടെ ലെറ്റർ എടുത്ത് തന്നിരിക്കുന്ന മറുപടി അല്ലേ. ഇതല്ല, ഇത് സ്കാൻ ചെയ്ത് നോക്കി. ഇത് കൂടുതൽ അറിയാൻ വേണ്ടി ഇത് ഫോണിൽ ക്യാമറ വെച്ചൊന്ന് സ്കാൻ ചെയ്താല് ഞങ്ങളുടെ anticorruptionteam.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഒരു ലിങ്ക് ഉണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച്. ദുബൈയിലായിരുന്നു, അവനും വരാൻ പറ്റിയില്ല. അവന്റെ കൊച്ചിനെ പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി പ്രസവിച്ച് കിടന്നപ്പോഴത്തേക്ക്. അപ്പം കാരണം ആ സിറ്റുവേഷൻ അതായിരുന്നു. നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മൾ എത്ര ദിവസം, നമ്മൾ മാസങ്ങളോളം നമ്മൾ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു ഈ റോഡിൽ. ഇവിടെ കുറച്ച് പോലീസുകാരും കുറച്ച് സന്നദ്ധ പ്രവർത്തകരും അല്ല, വേറെ ആരിരുന്നു? ഒരു വണ്ടിയോ വെള്ളമോ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ സമയം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഇപ്പോഴും ഇതിനെ കുറിച്ച് പറയണ്ട. ആ സമയത്ത് അന്നത്തെ സിറ്റുവേഷൻ, നമ്മള് ഓരോ കാലഘട്ടത്തിന്റെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ലോകം മുഴുവനും മനസ്സിലാക്കിയ ഒരു വ്യാധി പടർന്നു പിടിക്കുമ്പോൾ അഴിമതി നടത്തുന്നത് ശരിയാണോ അല്ലയോ? അഴിമതി എവിടെ നടന്നില്ല? കേരളത്തിൽ നടന്നില്ലേ? സത്യം അല്ലല്ല. നിങ്ങൾ ഈ ചോദ്യം, എന്റെ ചോദ്യത്തിന് ഉത്തരം, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അതിന്റെ മറവിൽ കേരളത്തിൽ നടന്നില്ലേ? നടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് പത്രത്തിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. പത്രത്തിൽ നിന്നല്ല, ഗ്രൗണ്ടിൽ നിന്ന്. പത്രം എന്തും എഴുതാം. പത്രം ഒരാളിനെ സപ്പോർട്ട് ചെയ്യും, ഒരാളിനെ എഗനസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരോട് സംസാരിക്കും. നിങ്ങളൊരു വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്ന, കാരണം ആർക്കെങ്കിലും ഒരാളിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണിത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയ്ക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് എന്തോ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഒരു സംഘടനയ്ക്കും അല്ല. ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാം. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അതുകൊണ്ടാണ്. അതായത് നമ്മള് ഇത് എന്തോ ഇങ്ങനെ വിവരാവകാശ അപേക്ഷ കൊടുത്തു. അപ്പോൾ കുവൈറ്റ് എംബസിയാണ് ഇങ്ങനെ മറുപടി തന്നത്. റിയാദ് എംബസി മറുപടി തന്നു പോലുമില്ല. അതിന് പകരം ഞാനാണ് അപേക്ഷ കൊടുത്തത്. എന്നെ വിളിച്ച്, ഞാൻ സൗദിയിലാണ്, എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. നീ ഈ അപേക്ഷ പിൻവലിച്ചില്ലെങ്കിൽ നിന്നെയും കുടുംബത്തെ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. റിയാദ് എംബസിയിൽ നിന്ന് ഫോണിൽ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. അത് സംബന്ധിച്ച് ഞാൻ അടുത്ത വിവരാവകാശ അപേക്ഷ കൊടുത്തു. കൊടുത്തിട്ട് പോലീസ് കേസെടുക്കുന്നില്ലല്ലോ. വാർത്ത വന്നില്ല, അതാണ് പറഞ്ഞത്. അപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വാർത്തയും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരുന്നത്. ഇന്നത്തെ പേപ്പറിലുണ്ടല്ലോ വാർത്ത. ഇന്നത്തെ EVM കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട്, മലയാള മനോരമയിലുണ്ട്. ഞാൻ വായിച്ചിട്ട് വരെയാണ്, 3 പത്രം വായിച്ചിട്ട് വരെയാണ് ഞാൻ. അതൊക്കെ വലിയ വലിയ വാർത്തകളല്ല ചേട്ടാ. നമ്മൾ പാവപ്പെട്ടവരുടെ വാർത്തകൾ വരണ്ടേ? പാവപ്പെട്ടവരുടെ വാർത്തയാണല്ലോ തീർച്ചയായിട്ടും വരേണ്ടത്. അത് വന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇപ്പൊ ചേട്ടൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് അത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ കാലഘട്ടം എനിക്കറിയാവുന്നതാണ്. യാത്
നിങ്ങൾ വിദേശത്തായിരുന്നു അപ്പോഴും? ഞാൻ സൗദിയിലായിരുന്നു. അപ്പൊ ഈ കൊറോണ സമയത്ത് കൊറോണ സമയത്ത് സൗദിയിലായിരുന്നു. കേരളത്തിലെ കാര്യം അറിഞ്ഞൂടല്ലേ? കേരളത്തിലെ കാര്യം നമ്മൾ പത്രത്തിൽ കൂടെ കാണുന്നേ ഉള്ളൂ. പത്രത്തിൽ കൂടെ കേരളത്തിൽ വരുന്നവരെ എല്ലാരെയും ഇവിടെ ക്വാറന്റൈനിന് വെച്ചു. ക്വാറന്റൈനിന് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആറ്റിങ്ങൽ സ്കൂൾ ഉൾപ്പെടെ വരുന്നവരൊക്കെ അവരുടെ ഫുഡ്, ആഹാരം, അതായത് അവരുടെ എല്ലാ സൗകര്യങ്ങളും അവരെ 15 ദിവസം ക്വാറന്റൈനിൽ വെച്ച് ഞാൻ അതിലൊരാളായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ 100% ഒരുത്തരക്ക് ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഈ പറയുന്ന നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ഈ കുടുംബത്തിൽ പോലും നമുക്ക് 100% കുടുംബത്തിന് നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു 10% വീഴ്ച ആ കുടുംബം നമുക്ക് വരും. ഗൃഹനാഥൻ എന്നുള്ള രീതിയിൽ വരൂലേ? വരും, വീഴ്ചകൾ വരും. നിങ്ങൾ തന്നെ നിങ്ങളെ കുടുംബത്തില് നിങ്ങൾ 100% നല്ലത് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ ഒരു 10% വീഴ്ച വരൂലേ? 10% വീഴ്ച വരും. വീഴ്ചകൾ മനുഷ്യ സഹജമാണല്ലോ. മനുഷ്യ സഹജത്തിന്റെ അല്ല പറഞ്ഞ വീഴ്ച വരും. ഒരു കുടുംബത്തിലായിരുന്നു. അപ്പൊ ഒരു ഭരണാധികാരി ഭരണത്തിലിരിക്കുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ നോക്കിയാൽ പോരാ. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്ന് പറഞ്ഞത് കേരളത്തിൽ വിദേശത്തുനിന്ന്. ഞാൻ കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഈ ക്വാറന്റൈൻ എന്ന് പറയുന്ന സംഗതി പറയാൻ കാര്യം നിങ്ങൾക്ക് അറിയാമോ? ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നുള്ളത് അറിഞ്ഞൂടാ, കണ്ടില്ല. നമ്മള് അങ്ങനെ ക്വാറന്റൈൻ അനുഭവിച്ചവരുടെ വിഷമതകൾ പലതും കേട്ടിട്ടുണ്ട്. 1000 പേരെ കൊണ്ടുവന്നിടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരാളുടെ അവസാനം കിട്ടുന്നവന്റെ ഭക്ഷണം ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും. അവൻ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കോ? 100 പേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്ക് 101ാമത്തെ ഒരാളിന് ചിലപ്പോൾ അവിയൽ കിട്ടൂല. അതിന് ഗവൺമെന്റിനെ അല്ലെന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. ഞാൻ പറയുന്നത് ശരിയാ തെറ്റാ? ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്റെ ചോദ്യം ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. 100 പേരെ നമ്മള് നിൽക്കുമ്പോൾ 100 പേർക്ക് നമ്മൾ വെള്ളം കൊടുക്കണം. സപ്പോസ് വെള്ളം ഈ ചൂട് സമയത്ത് ഞാൻ ഒരു സന്നദ്ധ സംഘടന പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് രാഷ്ട്രീയം ഇല്ല, വേറെ ഒന്നുമില്ല, ഒരു ഇതുമില്ല. അപ്പൊ 100 പേർക്ക് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 101ാമത് ഒരാൾ വരുമ്പോൾ ചിലപ്പോൾ തീർന്നു പോകും. അപ്പൊ അവൻ ഉടനെ തന്നെ ഇതെടുത്ത് വെച്ച് എനിക്ക് കിട്ടിയില്ല, ഞാൻ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടത്തെ ന്യായം എന്റെ സുഹൃത്ത്? അല്ല, അതിൽ ന്യായമില്ല. അത് ആരാണ് അങ്ങനെ പറഞ്ഞത്? അല്ല, ഇപ്പൊ താങ്കളാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞത് ചേട്ടൻ കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ചേട്ടൻ മുഴുവൻ കേട്ടില്ല. ഇല്ല, അപ്പൊ നമ്മളെ ഭീഷണിപ്പെടുത്തി. അവിടെ വരെ ചേട്ടൻ കേട്ടു, അത് കഴിഞ്ഞ് കേട്ടിട്ടില്ല. ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത വിവരാവകാശാപേക്ഷ കൊടുത്തു. ഇത് ആരാണ് ഈ വിളിച്ചത്, ഈ നമ്പരൊക്കെ ആരുടെയാണ്? അപ്പൊ അതിന് മറുപടി വന്നു, ഇത് എംബസിയിലെ ഉദ്യോഗസ്ഥനാണ്, ഇതിനെതിരെയുള്ള പരാതി എംബസി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ എംബസി പരാതി കൊടുത്തു. എംബസിയിൽ നിന്ന് ഒരു നടപടി ഉണ്ടായില്ല. പകരം എന്ത് ചെയ്തു? അടുത്ത പരാതി വന്നു. അടുത്ത പരാതി എനിക്കെതിരെ. ചേട്ടൻ കേട്ടില്ലല്ലോ. അപ്പം അടുത്ത പരാതി എനിക്കെതിരെ ഒരു വ്യാജ പരാതി എംബസിയുടേതാണെന്നും പറഞ്ഞ് ഉണ്ടാക്കി സൗദിയിലെ പോലീസിൽ കൊണ്ടുപോയി കൊടുത്ത് ഡൊമിനിക്ക് എംബസിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്നും. അതെ, ഇപ്പോൾ ഇതാണ് കാരണം നമ്മളവിടെ IT മാനേജറായിട്ട് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ജനങ്ങളെയൊക്കെ ഈ ഒരു ആപത്ത് ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ നമ്മുടെ അറിവ് പങ്കുവെക്കുക എന്നൊരു കുറ്റം മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. നമ്മൾ ചെയ്തത് വികാസ അപേക്ഷ കൊടുത്തു. അതുപോലെ തന്നെ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട്, അതായത് പറയണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട്. അപ്പൊ നിങ്ങൾ പറയാം അഴിമതി എന്ന് പറയും. അഴിമതി എല്ലായിടത്തും നടക്കുന്നുണ്ട്. എവിടെ നടക്കുന്നില്ല? നമ്മളിന്ന് പേപ്പർ എടുത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? തലപ്പത്തുനിന്നാണ്. എന്നെ നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരന്റെ അല്ല. ED വന്ന് എന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടാ? ED വരാം, നമുക്ക് നിയമം അതാണ്, നമ്മളെ പിടിക്കാം. എന്റെ നിങ്ങളെ വീട്ടിൽ വരുന്നില്ലല്ലോ? വരുന്നുണ്ടോ? വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വലിയ ആൾക്കാരെ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ആളെ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരും എന്ന് അതാണ് നമ്മളെ അതായത് നമ്മളെ ചിന്ത. തിങ്കിങ് അല്ല ചേട്ടാ, എഴുതി വെച്ചിരിക്കുന്ന നിയമമാ. കാരണം ഡൊമിനിക്കിന് ഒരു എയിമുണ്ട്. എയിം അല്ല ഞാൻ പറഞ്ഞത്. താങ്കളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി താങ്കൾക്ക് ഒരു എയിമും ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഉണ്ട്. രാഷ്ട്രീയ ലക്ഷ്യം ഒന്നുമില്ല. ചേട്ടൻ കേട്ടിട്ടില്ലല്ലോ ഈ സംഭവം. ചേട്ടൻ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഡൊമിനിക്കിന്റെ ഭാഗത്ത് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനിക്കിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അഴിമതി ഇല്ലാതാക്കണം എന്ന ലക്ഷ്യമുണ്ട്. ഇല്ലാതാക്കാനാണല്ലോ ഈ നടക്കുന്നത്. ഇപ്പൊ കേജ്രിവാൾ അകത്ത് കിടക്കുന്നത് എന്താണ്? കേജ്രിവാള് ഞാനും നിങ്ങളും എന്തുകൊണ്ടകത്ത് പോകുന്നില്ല? ഒരു സാധാരണക്കാരനെ പിടിച്ച് ജയിലിൽ ഇടുന്നില്ല. ഇപ്പം തന്നെ സപ്പോസ് നമ്മളെ കേരള ഗവൺമെന്റിലെ ഒരു മന്ത്രി അകത്ത് പോയില്ലല്ലോ. എന്ത് ചേട്ടൻ നമ്മളകത്ത് പോയില്ല എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ആ സെക്രട്ടേറിയറ്റിന് നടയിൽ ഒരു പയ്യൻ വർഷങ്ങളായിട്ട് സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. അയാളുടെ ജീവൻ പോയോ? അയാളുടെ ചേട്ടന്റെ ജീവൻ പോയോ? ഇല്ലയോ? പോയി. അപ്പൊ അത് പോയി. നമ്മൾ പോയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലോട്ടറി അടിച്ചിട്ടില്ല. നമുക്ക് ലോട്ടറി അടിക്കും.
എന്നാണ് അടിക്കുന്നത് എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. എന്ന് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് ഒരു കുഴപ്പമില്ല. കിടക്കുന്ന പയ്യൻ എന്തെങ്കിലും വളരെ മോശം കാര്യം ചെയ്തിട്ടാണോ പോലീസ് കൊണ്ടേ തല്ലിക്കൊന്നത്? ഇതിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് വിജയനെ കൊന്ന അയാൾ വല്ല തെറ്റും ചെയ്തിട്ടാണ് കേട്ടിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്. തെറ്റ് ചെയ്യണം. രാജനെയും വിജയനെയും ഇവിടെ കൊന്നു. വർക്കലയാണ് വിജയന്റെ വീട്, എന്റെ നാട്ടുകാരനാണ്. രാജനെ കൊന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ അതാണ് പറഞ്ഞത്. ലോട്ടറി അടിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ലോട്ടറി ഏത് നിമിഷം അടിക്കാം. പോലീസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ, അതായത് പരമ്പരാഗതമായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്. നമ്മൾ സാധാരണ, ഞാനും നിങ്ങളും സാധാരണക്കാരനാണ് തന്നെയല്ലേ, സാധാരണക്കാരനാണ്. പിന്നെ എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും നമുക്ക് എന്തും വഴി പറയാം. ഉദ്ദേശത്തോടല്ല, ചേട്ടൻ മുഴുവൻ കേട്ടില്ലല്ലോ. ഇല്ല, ഇനിയുണ്ടല്ലോ, അതിനകത്ത് ബാക്കി ഇനിയുണ്ടല്ലോ. അപ്പൊ നമുക്കെതിരെ സൗദി പോലീസ് പരാതി കൊടുത്തു. സൗദി പോലീസ് വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അറസ്റ്റ് ചെയ്തു നമ്മളെ നേരെ ജയിലിലിട്ടു. കാരണം ഒരു രാജ്യമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ പൗരനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ രാജ്യം. കാരണം അംബാസഡർ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ രാജ്യം പരാതി കൊടുക്കുന്നതിന് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും രാജ്യമാണ് അല്ലേ? അതൊക്കെ സൗദി അറേബ്യക്ക് അറിയാവോ? അത്രയ്ക്ക് അവർ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ. അവർ നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ അംബാസഡർ തന്നിരിക്കുന്ന പരാതിയാണ്. എന്താണ്? ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ എംബസിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്നു. അതിനകത്ത് വേറെ കാര്യം അവർ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവർ നേരെ അറസ്റ്റ് ചെയ്തു, ജയിലിലോട്ടിട്ടു. ഭയങ്കര കുറ്റമാണ്. 35 വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ കേരള ഹൈക്കോടതിയിൽ പരാതി കൊടുത്തു. എംബസി ഇങ്ങനെ ഒരു ഇന്ത്യൻ പൗരനെതിരെ പരാതി കൊടുക്കുന്ന ശരിയായ നടപടിയല്ല. ആദ്യത്തെ ഹിയറിംഗിൽ തന്നെ ജസ്റ്റിസ് നാഗരേഷ് ആയിരുന്നു. അയാൾ പറഞ്ഞത് ഇത് സത്യമാണെങ്കിൽ നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എംബസി നമ്മളായിട്ട് ഒത്തുതീർപ്പിന് വന്നു. എംബസി പറഞ്ഞു ഞങ്ങൾ വല്ല പരാതി കൊടുത്തു, പക്ഷേ ഞങ്ങളത് പിൻവലിക്കാം. അപ്പോൾ എംബസി കൊടുക്കാത്ത പരാതി അവർ പിൻവലിക്കാമെന്നാണ് പറയുന്നത്. അവർ ഈ ഒത്തുതീർപ്പിൻ്റെ പുറത്ത് അവർ കോടതി പ്രശ്നമല്ല. അത് കഴിഞ്ഞ് നമ്മൾ 103 ദിവസം ജയിലിൽ കിടന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് ഒത്തുതീർപ്പെന്ന് പറഞ്ഞാൽ എംബസി പറഞ്ഞത് ഞങ്ങൾ ഇതുമൂലം ഉണ്ടായേക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തരാമെന്നുള്ളതായിരുന്നു ഒത്തുതീർപ്പ്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം നമുക്ക് ട്രാവൽ ബാൻ വന്നു. 3 കൊല്ലത്തോളം നിയമവിരുദ്ധമായിട്ട് അവിടെ കഴിഞ്ഞു സൗദിയിൽ. അപ്പോൾ നമ്മൾ വീണ്ടും കേരള ഹൈക്കോടതി പോയി. അപ്പോഴും എംബസി പറയുന്നത് ഞങ്ങളല്ല പരാതി കൊടുത്തത്, ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു അറിവുമില്ല എന്ന പ്രൂഫുണ്ട്. അപ്പോൾ നമ്മൾ സൗദി കോടതിയുടെ ഉണ്ട്, എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. നമ്മൾ സൗദി കോടതിയിലുള്ള വിധി കൊണ്ട് കൊടുത്തു കേരള ഹൈക്കോടതിയിൽ. അപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞു ഇതിനകത്ത് സത്യം കണ്ടെത്തണം, എന്താണ് അന്വേഷണം വേണ്ടതെന്ന്. അപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞത് പരാതിക്കാരൻ തരുന്ന അപേക്ഷ പ്രകാരം അന്വേഷണം നടത്തണം. നമ്മൾ അപേക്ഷ കൊടുത്തു, പക്ഷേ ഒരു നടപടി എടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇത് എത്ര കോടതികളുടെ വിധികളാണ് ഈ ഒരു കേസിൽ ലംഘിക്കപ്പെട്ടത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാവപ്പെട്ടവർക്ക് ഒരു പരാതി കൊടുത്താൽ അന്വേഷിക്കാനുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മിനിമം അധികാരമെങ്കിലും ജനങ്ങൾക്ക് കിട്ടണ്ടേ? തീർച്ചയായിട്ടും കിട്ടണം. പിന്നെ അതിൽ ഒരു സംശയമില്ലാത്തതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമ്മൾ ആ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് ആ വെബ്സൈറ്റിൽ പോയിട്ടൊന്ന് നോക്കണം. അതിനകത്ത് ഏതെങ്കിലും തെളിവുകൾ കുറവുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ ആ തെളിവുകൾ കാണിച്ചു തരാം. കൊറോണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് കേരളം കൈകാര്യം ചെയ്തത്. അല്ല, എന്തായാലും ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ ഒരു ആപത്ത് ഘട്ടത്തില് അഴിമതി കാണിക്കുന്നത്. അന്ന് ഒരു സ്ട്രോങ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മളിവിടെ വാക്സിൻ ഈ 3-4 മാസത്തിനകത്ത് വാക്സിൻ ഉൾപ്പെടെ കണ്ടുപിടിച്ച് മറ്റു രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുത്ത്. കാരണം അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു. നിങ്ങൾക്ക് അറിയില്ല അത് കാരണം അതിൽ പ്രവർത്തിച്ചാൽ നമുക്ക് അറിയാവുള്ളൂ. എനിക്ക് കൊറോണ എന്നിട്ടും വന്നില്ല. നമ്മൾ ഇത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരികയും അവരെ ക്വാറന്റൈനിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും അവരുമായിട്ട് ഇടപഴകുകയും അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ടും നമുക്കിത് അത് ഈശ്വരന്റെ അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ജനങ്ങള് ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. അത് ഗവൺമെന്റ് അന്നത്തെ, അതായത് അന്ന് നമ്മളെ കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ച് പോയി ജാതി ഭേദമന്യേ. അപ്പൊ ഈ ഗവൺമെന്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറയാൻ പോലും പറ്റില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഇല്ല ഭീമൻ രഘു പറഞ്ഞ കണക്ക് ചക്കര കൊടുത്തി കൈയിട്ട നക്കാത്തവരാരുമില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നവരെ നമുക്കത് ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ അവരതൊരു ശീലമാക്കില്ല. അത് 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സാറിന് അറിയാലത്. അന്ന് മുതൽ ഇത് നടക്കുകയാണ്.
അന്ന് മുതൽ ഇത് നടക്കുകയാണ്. അല്ല, ഈ അഴിമതി എന്ന് പറഞ്ഞാല് അത് ക്യാൻസർ പോലെയാണ്. അത് നിങ്ങളാ വിചാരിച്ചെന്ന് പറഞ്ഞത് തീരോ ഇത് തീരൂ നമ്മള് പറ്റുന്ന പോലെ ചെയ്യണ്ടേ? പറ്റൂല, നടക്കൂല. നമുക്കറിയാം ക്യാൻസർ പെട്ടെന്ന് പോകാൻ സാധ്യതയില്ല, എങ്കിലും നമ്മൾ അതിന് പോയി മരുന്ന് കഴിക്കും, ഇല്ലേ? ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളല്ല, വക്താവുമല്ല. ഞാൻ ഒരു പട്ടാളക്കാരനായിരുന്നു. എനിക്ക് ഇന്ന് ഗവൺമെന്റിൽ എനിക്ക് അഭിമാനമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളത്തിനെ അവരെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുരാജ്യത്തിന് എന്തെങ്കിലും ചെയ്യണതിന് മുന്നേ 2 മിനിറ്റ് ചിന്തിക്കും ഇത് ചെയ്യണോ വേണ്ടതെന്ന്. പണ്ട് അതല്ലായിരുന്നു സ്ഥിതി. 5 പട്ടാളക്കാരെ കഴുത്തറുത്തോണ്ട് പോയപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രതിരോധ മന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ. അപ്പൊ പുൽവാമയിലെ അത്രയും സൈനികരുടെ ജീവൻ പോയത് പുൽവാമയിൽ നടന്ന ഇന്നലെ 29 പേരെ അടിച്ചു. മെനങ്ങാന്ന് 29 പേരെ അടിച്ചപ്പോ ഇവിടുത്തെ ഏതോ രാഷ്ട്രീയ പാർട്ടി പറയണ അത് ചുമ്മാ, അത് എന്തിനാ അവരെ ഷെയ്ദാക്കി. ഷെയ്ദെന്ന് പറഞ്ഞാൽ അറിയാലോ ഇന്ത്യയിൽ, അവരെ ഷെയ്ദാക്കി. അതേ സമയം 78 CRPക്കാരെ കൊന്നപ്പോഴത്തേക്ക് അതിനെ വിവാദമാക്കി. വിവാദമാക്കുകയല്ല ചെയ്തല്ല, അവർക്ക് പോകാനുള്ള വിമാനം പോലും കൊടുത്തില്ല, ഹെലികോപ്റ്റർ പോലും കൊടുത്തില്ല. അവിടെ അതാണ് 78 വരെ ഈ കോൺഗ്രസിന്റെ സർക്കാർ ഇരുന്ന സമയത്ത് ഈ ദന്തേവാഡയിൽ 78 CRPക്കാരെ കൊന്ന ആയുധം കൊണ്ടുപോയി. ഞാൻ CRPയിലായിരുന്നു. നിങ്ങൾ പ്രക്ഷേപണം ചെയ്യണം, ഇത് പ്രക്ഷേപണം ചെയ്യണം. അന്ന് വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ളവര് കേന്ദ്രമന്ത്രിമാരാണ്. ഒരു പറയും പറഞ്ഞില്ല. 78 പേരാണ് കൊന്നത് ദന്തേവാഡയില് CRPക്കാരെ. ചരിത്രം എടുത്ത് നോക്കണം. അല്ല, അങ്ങനെ അപ്പൊ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1947 ആഗസ്റ്റ് 15 രാത്രി അർദ്ധരാത്രി മുതൽ ഇന്ത്യയും പാകിസ്ഥാനും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് തുടങ്ങി. അന്ന് നെഹ്റുവായിരുന്നു. നിർത്തിക്കൂടായിരുന്ന. ഒന്ന് ചോദിച്ചോട്ടെ, ഈ 78 പേരെ ദന്തവാദ കൊല്ലപ്പെട്ടപ്പോ അതിന്റെ കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അവർ മരിച്ചത്? മാവോയിസ്റ്റ് ആക്രമണം. അവരും നമ്മളുമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അവരൊക്കെ അറിയാവുള്ളൂ. അവരുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക്, നമ്മളെ ഉദ്ദേശം നമ്മൾക്ക് രാജ്യത്തിനെ രക്ഷിക്കുക, ഇതാണ് നമ്മളെ ഉദ്ദേശം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ പട്ടാളക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഇന്ത്യക്കകത്ത് തന്നെ ആളില്ലേ? ഇല്ലേ? ഇന്ന് മാവോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ രാജ്യത്തിനകത്ത് ആളില്ലേ? നേതാക്കന്മാരില്ലേ? അത് നമ്മള് ഇന്ത്യയെ, നമ്മുടെ അഹിംസാ സിദ്ധാന്തം നമ്മൾ ഉപേക്ഷിച്ചതിന്റെ പ്രശ്നമല്ലേ അത്? ഏത് അഹിംസാ സിദ്ധാന്തം നമ്മൾ ഉപേക്ഷിച്ച്? ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. നമ്മള് ഓർഡർ ഇല്ല. അത് പറയാം. അഹിംസാ സിദ്ധാന്തം എന്തെന്ന്? 5 പട്ടാളക്കാരെ തലയർത്തും കൊണ്ടുപോയി ഫുട്ബോൾ അടിച്ചപ്പോഴത്തേക്ക് അന്നത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നോ അയാള്, ആരോ ആയിക്കോട്ടെ, അന്വേഷിച്ച് നോക്കണം. അന്ന് അയാൾ പറഞ്ഞ, അയ്യോ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കണ്, ബോംബെയില് അജ്മൽ കസബ് കയറി വെടിവെച്ച് 13 എണ്ണത്തിനെ കൊന്നു. അതൊന്നും പറയരുത്. അതൊന്നും പുൽവാമ മാത്രം പറയണം. അതൊന്നും പറയരുത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. അന്ന് സർക്കാർ ആര്? സർക്കാരിന്റെ അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രശ്നം സംഭവിച്ചു, അതിന്റെ കാരണം എന്ത്? അത് കഴിഞ്ഞ് അതിന് പരിഹാരം എന്തിനായിരുന്നു? ഈ 5 പേരെ അടിച്ചുകൊണ്ട് പോയപ്പോഴത്തെ ഒന്നും പറഞ്ഞില്ല. അതിന് കാരണം ജമ്മു കാശ്മീരിൽ ഞാൻ ഡോഡയിൽ സർവീസ് ചെയ്തതാണ്. ഡോഡ കിസ്ത്വാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികളുടെ ഹെഡ്ക്വാർട്ടറാണ്. അറിയാം, ഡിസ്ട്രിക്ട് ഡോഡ. അത് കഴിഞ്ഞാൽ പിന്നെ ടണ്ടലായി, അത് കഴിഞ്ഞ് കാശ്മീർ ഇതായി, ശ്രീനഗറായി. പറഞ്ഞു 5 വർഷമാണ് കിടന്നത്. കാരണമൊന്നും വേണ്ട അവരൊക്കെ ഒരു കാരണവും വേണ്ട. അല്ല, അവർക്ക് കാരണം വേണ്ട. പക്ഷേ നിങ്ങളുടെ സൈന്യം അല്ലെങ്കിൽ സർക്കാർ നിങ്ങൾക്ക് ചെയ്തു തരേണ്ട സുരക്ഷയില് ഓർഡറില്ല സാറേ. പറയണ മനസ്സിലാവില്ല. ഇന്ന് പട്ടാളക്കാരനെന്ന് പറഞ്ഞാൽ 2 വെടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് 50 എണ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കണ്ട. എത്ര വെടി വെച്ചെന്നുള്ളതിന്റെ കണക്ക് കൊടുക്കണ്ട. അങ്ങനെ ഒരു ഓർഡർ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഞാൻ സർവീസ് എന്റെ അടുത്താണ് പറയണത്. കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 25 വർഷം സർവീസ് എന്റെ അടുത്താണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാമോ? ഗ്രൗണ്ട് എന്താണ്? എനിക്കറിയത്തില്ല. ഞാൻ എന്റെ സംശയം ചോദിച്ചു. സംശയം അതാണ്. അന്ന് ഓർഡർ ഇല്ല. അന്ന് ഒരു വെടി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 തവണ ചിന്തിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പോകും, ഞാൻ എവിടെ, യാതൊരു എൻക്വയറിക്ക് പോകും, മിണ്ടാതെ കിടക്കും, ചത്ത്. ഒരു റൗണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 9 പേപ്പർ എഴുതി കൊടുക്കണം. എങ്ങനെ വെച്ചു, എന്തിന് വെച്ചു, എപ്പോഴും വെച്ചു, സമയം. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ഒരു വെടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് 90 വെടി അങ്ങോട്ട് വയ്ക്കാം. ഒരുത്തനും ചോദിക്കില്ല. ഒരു ഓഫീസർക്കും അതിനുള്ള കഴുത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചൈനയുടെ അതിർത്തിയിൽ 5 ചൈനക്കാര് മരിച്ചു. ആ സമയത്ത് 20 ഇന്ത്യക്കാര് മരിച്ചു. 20 ഇന്ത്യക്കാർ ചൈന അതിർത്തിയിൽ. റെക്കോർഡായി നടന്നത്. ഇത് ആര് പറഞ്ഞു തന്നത്? അന്ന് സർദാറമ്മ സിഖുകാരന്മാരാണ് എടുത്തെറിയണ ചെയ്തത്. 32-40 എണ്ണത്തിന്. അതിനുശേഷം ഇന്നുവരെ ചൈന അടങ്ങിയിട്ടുണ്ടാ? പിന്നെ അതിന് ശേഷമുള്ള കാര്യം പറയാം. അല്ല, അതിനുശേഷം വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞത്
വിദേശകാര്യ മന്ത്രിയെയും ജയശങ്കറിനെയും മോദിനെയും പിണറായിനെയൊക്കെ കളയും. പട്ടാളത്തിന്റെ കാര്യം പറയും. എനിക്ക് പട്ടാളം എന്തുകൊണ്ടാണ് പകരം ചോദിക്കാത്തത്? പകരം ചോദിച്ചല്ലേ അന്ന് നമ്മളെ 19 പേര് 20 പേര് മരിക്കും. അവരെ 47-50 എണ്ണത്തിനാണ് എടുത്ത് തടാകത്തിൽ എറിഞ്ഞതാണ്. എറിഞ്ഞാണ് കൊന്നത്. പക്ഷെ അവൻ്റെതും വെളിയിൽ വന്ന്, അവൻ്റെത് ഉൾപ്പെടെ വെളിയിൽ വന്ന്. അവൻ അതിനുശേഷം പിന്നെ ഇന്നുവരെ അടിച്ചിട്ടുണ്ടാ? അതിന് ശേഷം പിന്നെ ഇന്നുവരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാ? അതിനുശേഷം പ്രശ്നം ഉണ്ടാവുന്നുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണി മുതൽ പ്രശ്നമാണ് ഇന്ത്യയിൽ. കഴിഞ്ഞ ദിവസവും മോദിജി പറഞ്ഞത് ചൈന ചർച്ച ചെയ്ത് ഇത് പ്രശ്നം പരിഹരിക്കണമെന്നാണല്ലോ. അതിന്റെ ചർച്ച എന്തിനാ? നമുക്ക് കയറി അടിച്ചാൽ പോരെ. ഞാനതും കേട്ടില്ല. ഇപ്പൊ നിങ്ങളെന്നാണ് ഞാൻ ഇത് കേൾക്കണത്? കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും പേപ്പർ ഞാനത് ഈ ഒരു മാസത്തിനുള്ളിൽ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല. നമ്മൾ കേട്ടിട്ടുമില്ല. അയാളത് പറയില്ല. കാരണം കൾച്ചുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞെന്ന് ഇന്ന് യുക്രൈനിലെ യുദ്ധം നടന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെ ഇന്ത്യയുടെ പതാക എടുത്തുകൊണ്ടാണ് കയറിയത്. ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട്. പക്ഷെ ഞാനൊരു ഭാഗം മറക്കരുത്. പാകിസ്ഥാൻ ഉൾപ്പെടെ ഇന്ത്യയുടെ പതാകയും കൊണ്ടാണ് അവർ വണ്ടിക്കകത്ത് കയറുന്നത്. തന്നെയല്ലേ? അത് ശരിയാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ എന്തുകൊണ്ടാണ്? ഒരു കാര്യം ചോദിക്കട്ടെ. വിദേശകാര്യ നീതി, വിദേശകാര്യ നീതിയെ കുറിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മള് ലോകത്തിലെ വലിയ ശക്തിയാണ്. ലോകത്തിലെ 4-ാം നമ്പറാണ് ഇപ്പം. 4-5 എണ്ണം ലോകത്തിലെ 4-5 വലിയ നല്ല ശക്തിയാണ്. ചിലപ്പോ ഒന്നാമതാവാനും ചാൻസ് ഉണ്ട്. ഇതൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഈ പറച്ചിലേ ഉള്ളു. അടിക്കുമ്പോഴേ അറിയാവുള്ള അതിന്റെ ശക്തി എന്തേരാണെന്ന്. ഇന്നിപ്പോ ഇസ്രായേൽ തുടങ്ങി. ഇസ്രായേൽ ഇന്ന് തുടങ്ങി. വായിച്ചായിരുന്നു പേപ്പർ? ഇത് TV കണ്ട? ഇന്നത്തെ ഞാൻ കണ്ടില്ല. ഞാൻ TV കണ്ടിട്ട് വരെയാണ്. പറഞ്ഞു മനസ്സിലായി. അല്ല, ഇസ്രായേൽ അടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന അതല്ല. ഒരു റഷ്യ എന്ന് പറഞ്ഞ ലോകത്തിലെ വലിയൊരു ശക്തി, അതിനടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തെ പോയിട്ട് അങ്ങോട്ട് ആക്രമിക്കുക എന്തിനാണ്? അവര് തങ്ങളിലുള്ള അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്നത്, ഞാന് ഇംഫാലിൽ ആണ് എൻ്റെ ആദ്യത്തെ സർവീസ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ഇംഫാലിലാണ് ആദ്യത്തെ സർവീസ്. ഫസ്റ്റ് സർവീസ് എവിടെയാണ്? മണിപ്പൂർ, ഇംഫാലിൽ. മൈത്തി കുക്കി നാഗ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അത് മെയ്ത്തിയിൽ വന്നിട്ട് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയും ഉണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതിപ്പോ ഇന്ന് കേരളത്തിൽ എന്തിനാണ് പറയണത്? അയ്യോ ക്രിസ്ത്യാനികൾ അതാ അടിച്ചു കൊല്ലണേ എന്നാണ് പറയണത്. തന്നെയല്ലേ? ഇവരെല്ലാം ഒറ്റ ട്രിപ്പാണ്. അതായത് ഒരു അമ്പലം പോലും ഇല്ലാത്ത സംസ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നാഗാലാൻഡേ ഉള്ളു. നാഗയും കുക്കിയായിട്ട് ഭയങ്കര ബദ്ധശത്രുക്കളാണ്. അവരുടെ ആ ഗോത്ര വിഭാഗക്കാരാണ് അവര്. പറഞ്ഞു മനസ്സിലായി? മിജോ എന്ന് പറയുന്നത് ഒരു ഗോത്രമാണ്. പറഞ്ഞു മനസ്സിലായോ? പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിക്കുന്ന കാര്യം നമ്മള് യുക്രൈൻ യുദ്ധത്തിന്റെ തീർന്നിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. അപ്പൊ അടുത്ത് കിടക്കുന്ന ഒരു ചെറിയ രാജ്യത്തെ വലിയ രാജ്യം കയറി അങ്ങ് അടിക്കുന്നു. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ഇന്ത്യ പറയാണ്, എനിക്ക് ഇതിനകത്ത് കാര്യമില്ല, ഞാൻ ഇതിനകത്ത് ഇടപെടുന്നില്ല, എനിക്ക് എന്റെ ലാഭം നോക്കിയാൽ മതി. ലാഭം അത് എല്ലാ രാജ്യങ്ങളും അവരവരുടെ ഇതല്ലേ നോക്കണം. ഇപ്പൊ റഷ്യനെ സഹായിക്കാന്ന് പറയും, മറ്റവരെ സഹായിക്കാം. എന്തിനാ അതിന്റെ ആവശ്യം? അതൊരു ബന്ധമില്ലല്ലേ? അതാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്തത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ത്യയിലല്ലേ ചെയ്തത്? അത് അവരുടെ ഇവിടെ പോയി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യം പറയേണ്ട വല്ല കാര്യം? അവര് തങ്ങളിലുള്ള കുടിപ്പക, തങ്ങളിലുള്ള കുടിപ്പക. ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അടിക്കണം. ഇപ്പൊ പോയി ഇന്ത്യ അവരോട് കൂടണം. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തങ്ങളിൽ അടിക്കാണ്. ഞാനിത് ചോദിച്ചോട്ടെ. ഇപ്പൊ ചേട്ടൻ ഇതിലെ നടന്നു പോകുമ്പോ ചേട്ടനെ ആരെങ്കിലും തല്ലുന്നു, ഞാനിത് കാണുന്നു. അപ്പൊ ഞാൻ പറയാണ്, എനിക്കിതിനകത്ത് കാര്യമില്ല, അവര് തമ്മിലായിക്കോട്ടെ, അവര് തമ്മിലുള്ള കുടിപ്പക. അത് ശരിയാണ്. അല്ല, നിർത്താൻ നിങ്ങളെ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയിട്ട് അതേ ഇന്ത്യ ചെയ്യുന്നോളൂ. അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയിട്ട് അന്നും ഇന്ത്യ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരുടെ സംസാരിച്ച് ഒരു ടേബിളിലിരുന്ന് ഇതിനൊരു തീരുമാനം കാണണം. ഇന്നും അത് തന്നെയാണ് പറയണത്. പക്ഷെ അതിൽ ഒരു കക്ഷിയുടെ സഹായം ചെയ്യുക, അതായത് അവരുടെ എണ്ണ ലോകം മുഴുവനും ബഹിഷ്കരിച്ചപ്പോൾ ഇന്ത്യ അവരുടെ എണ്ണ മേടിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്ത് അവരെ സഹായിച്ചു. പൈസ കൊടുക്കാതെ നമുക്ക് സാധനം കിട്ടും. നമുക്കിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളെയൊക്കെ ആ അതായത് ഇതെന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ ആവശ്യം കാണണം. ഇപ്പൊ അവര് കൂടിയ വിലയ്ക്ക് എണ്ണ മേടിച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് കയറി പോകില്ലായിരുന്ന? അല്ല, നമുക്കിവിടെ സാധാരണ കിട്ടുന്ന പോലെ തന്നെ സൗദിയിൽ നിന്ന് എണ്ണ കിട്ടുന്നുണ്ട്. സൗദിയിൽ നിന്ന് എണ്ണ വേണ്ടെന്ന് വെച്ച് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങി ആ പൈസ റഷ്യക്ക് കൊടുത്ത് റഷ്യക്കാർ ആ പൈസ വെച്ച് ആയുധം മേടിച്ച് അയൽവക്കത്ത് കിടക്കുന്ന പാവത്തിനെ തല്ലുന്നു. അപ്പൊ അതിപ്പോ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് റഷ്യ നമ്മളെ സഹായിച്ചാണ്. ഓർമ്മയുണ്ടോ? 1971 യുദ്ധത്തില് ഇന്ദിരാഗാന്ധിയാണെന്ന് പ്രധാനമന്ത്രി.
ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. 71 യുദ്ധത്തിൽ ഇന്ത്യ തകർന്നു. പക്ഷേ സഹായിച്ചതാര്? റഷ്യ. അല്ല അപ്പൊ അന്ന് ഇന്ത്യ രണ്ട് കാർഗിൽ യുദ്ധത്തില് 98 കാർഗിൽ യുദ്ധത്തില് ഇന്ത്യ തകർന്ന് ഇന്ത്യൻ പട്ടാളം തീർന്നതായിരുന്നു. സഹായിച്ചതാരാണ്? പറയും, നിങ്ങൾ പറയും. നിങ്ങൾ ഇത്രയും ഇതെല്ലാം പറയല്ലേ, നിങ്ങൾ ഇത്രയും പറയല്ല. സഹായിച്ചത് 98 കാര്യം, 71 പോട്ട്. ആരാണ് സഹായിച്ചത്? അല്ല ഞാൻ പറയട്ടെ, ആരാണ് സഹായിച്ചത്? ആരാണ്? റഷ്യ ആയിരിക്കണം. കാരണം റഷ്യ ആയിട്ടാണ് സൈനിക ബന്ധമുള്ളത്. ഇതാണ് നിങ്ങൾ പറയുന്നത്. അല്ല അന്ന് സഹായിച്ചത് മൊസാദും ഇസ്രായേലും. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ. പക്ഷേ സാധാരണ എല്ലാം അറിഞ്ഞ് നമ്മൾ എല്ലാം നമുക്ക് അറിയാൻ പറ്റുമോ ചേട്ടാ? നമ്മൾ ചോദിച്ചല്ലേ അറിയുന്നത്. ചരിത്രം നമുക്കറിയാവുന്നതാണൊക്കെ ചിലപ്പോൾ സാറിന് അറിയണമെന്നില്ല. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അന്ന് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി ഇന്ത്യ കാർഗിൽ യുദ്ധം ആഡംബരമായിട്ട് വിജയിച്ചു. ഇന്നലെ മോദിയായിട്ട് അയാൾ സംസാരിച്ചു. ഇന്ന് ഭയങ്കര വാർത്തയാണ്. പക്ഷെ അതിലും ഉണ്ടല്ലോ ശവപ്പെട്ടി കുംഭകോണം അന്ന് നടന്നില്ല. അന്ന് BJP സർക്കാരല്ലായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ. പറയണവൻ എന്ത് പറഞ്ഞു? ഇന്ന് നാളെ ഇവര് വരുമ്പോ ഇവരെ കുറിച്ച് BJP-ക്കാർ പറയും, BJP വരുമ്പോ കോൺഗ്രസ്സുകാർ പറയും. അതൊന്നും നമ്മൾ കണക്കിലെടുക്കില്ല. അത് ചുമ്മയല്ല, അത് വെറുതെ അത് ഒരു അതായത് പറയുക, സർക്കാരിനെ ഇകഴ്ത്തുക, അതായിരുന്നു. അല്ല പക്ഷെ ആരാണ് കൊണ്ടുവന്നത്? ഒരു നല്ല കാര്യം കൊണ്ടുവരുമ്പോ ഇന്ന് 80 ലക്ഷം ജനങ്ങൾക്ക് ഫ്രീ റേഷൻ കിട്ടുന്നു. നല്ലതാ അഴുക്കെ? എന്റെ അഭിപ്രായത്തില് നല്ലതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറും ചീപ്പാണിത്. അങ്ങനെ ചെയ്തുകൂടാ. 2000 രൂപ വെച്ച് മാസം 2-3 മാസത്തെ ഒരിക്കൽ കർഷകന് കിട്ടുന്നു. ചീപ്പാണത്. അത് ചെയ്തുകൂടാ. അല്ല അത് ചെയ്യേണ്ടതാണ്. കാരണം അത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന കാര്യം. അല്ലല്ല അത് ഭരണഘടനയിലെന്ന് ഉറപ്പ് കഴിഞ്ഞ 60 കൊല്ലം കൊണ്ട് ഭരണഘടനയിലില്ലായിരുന്നു. നീ 2014 ശേഷമാണ് ഇപ്പം ഭരണഘടന ഉറപ്പ് വരുത്തുന്നത്. അല്ല റേഷൻ കൊടുക്കുക എന്നുള്ളത് പണ്ട് തൊട്ട് തുടങ്ങിയല്ലേ, അല്ലാതെ ഇപ്പൊ തുടങ്ങിയാണ്. ഒരു പിടി അരി നിങ്ങൾ ഫ്രീ ആയിട്ട് മേടിച്ചോണ്ട് നിങ്ങളെ വീട്ടിൽ ആദ്യം ചോദിക്കും. ഇതാ ഇരിക്കുന്ന ഇയാളുടെ അടുത്ത് വിളിച്ച് ചോദിക്കും. ഇതോ ഇല്ല ഇങ്ങനെ ആളുടെ അടുത്ത്. ഒരു പിടി അരി ഇന്ത്യക്കകത്ത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ 2014 താഴോട്ട് വന്നാൽ? ഒരു പിടി അരി ഈ ദുരന്ത സമയത്തൊക്കെ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. എന്റെ പൊന്നു ഡോമിനിക്, ഈ കോവിഡ് സമയത്ത് ഈ കോവിഡ് സമയത്ത് ഞാൻ എംബസിയിൽ വിവരാശം കൊടുത്തായിരുന്നു. അതായത് ഒത്തിരി തൊഴിലാളികളെ ജോലിയില്ല, കൂലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, ഭക്ഷണമില്ലാതെ. അവരെ നിങ്ങൾ എംബസി സഹായിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ എംബസി പറഞ്ഞു ഞങ്ങൾ 7000-ഓളം പേർക്കുള്ള ഫുഡും കാര്യങ്ങളും കൊടുത്തു എന്ന് പറഞ്ഞു. എല്ലായിടത്തും കൊടുത്തു, ഇവിടെയും കൊടുത്തു, എല്ലായിടത്തും. അല്ല ഞാൻ പറഞ്ഞു നമ്മളെ ഫുഡായിരുന്നു. നമ്മൾ ഈ കിടന്ന ഈ ക്വാറന്റൈനിൽ കിടന്നു അവരെ പൈസ മേടിച്ചോണ്ടാണ് ഫുഡ് കൊടുത്തത്. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ദുബൈയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ലോകരാജ്യത്തു നിന്ന് വന്ന മലയാളികൾക്ക് അവർക്കുള്ള പൈസ ആരാ കൊടുത്തപ്പം? സെൻട്രൽ ഗവൺമെന്റ്. അല്ല എന്നിട്ട് ആ പൈസ തിരിച്ചു ചോദിച്ചു എന്നാണല്ലോ പറയുന്നത്. അതാണ് പറയുന്നതേ ഉള്ളു, പേപ്പറിലില്ല. പറയുന്നത് നമുക്ക് എന്തും പറയാം. ഇപ്പം പറഞ്ഞ കുംഭകോണം, അതായത് ഈ കുംഭകോണം ഏത് ശവപ്പെട്ടി കുംഭകോണം അപ്പൊ അന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു മരിക്കുന്ന ഓരോ ജവാന്റെ ബോഡി അവനവന്റെ വീട്ടിൽ പോകും. അതിനു മുന്നേ എന്തുകൊണ്ട് പോയില്ല? അതിന് മുമ്പ് ബോഡി വീട്ടിൽ പോകാറില്ലേ? അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തുക. യേശു ക്രിസ്തു പറഞ്ഞ കണക്ക് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഞാൻ വിളിക്കാം. എന്നിട്ട് ഇതിന് മറുപടി ഡൊമിനിക്ക് അന്വേഷിച്ചിട്ട് മറ്റന്നാ ഞാൻ വിളിക്കാം. താങ്ക് യു. ഞാൻ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അപ്പൊ നമ്മള് യുക്രൈൻ നമ്മളെ പോണാ അപ്പൊ അതാണ് അതിന്റെ ഈ ശവപ്പെട്ടി കുംഭകോണമെന്നോ അങ്ങ് അവര് പറഞ്ഞു. കാരണം അവർ ചെയ്യാത്ത ഒരു കാര്യം ഒരു ഗവൺമെന്റ് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റും ചെയ്യാത്തൊരു കാര്യം അടൽ ബിഹാരി വാജ്പേയി അന്ന് ചെയ്തു. അതായത് മരിക്കുന്ന ജവാന്റെ ബോഡി വീട്ടിൽ പോകും. അവര് കുംഭകോണം നടത്തണമെന്ന് ഉദ്ദേശിച്ചല്ല, നല്ലൊരു കാര്യം ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വാജ്പേയി പോലുള്ള ഒരു നേതാവ്, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി. പറഞ്ഞ മനസ്സിലായ? അപ്പൊ അത് ഏത് വർഷം മുതലാണ് ബോഡി വീട്ടുകാർക്ക് കിട്ടുന്നത് എന്ന് ഡൊമിനിക്ക് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഞാൻ പോയിട്ട് വരാം, പിന്നെ കാണാൻ.